ഒരു നിഴല് പോലെ ഒരു നിഴല് പോലെ. പക്ഷെ അവർക്ക് നല്ല ഫീലായത്. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് രക്ഷസിൻ്റെ ഒരു ഫീൽ കൃത്യമായിട്ട്. അപ്പോൾ പാൽപ്പായസം വെച്ചുകൊണ്ടിരിക്കാൻ ഒരു ആവശ്യമില്ല. തന്നെ അനിയൻ പോയിട്ട് പാൽപ്പായസം ഇങ്ങനെ ഇളക്കിയത് ഫുള്ള് തൂയി. നമ്മളത് ആ പ്രേതത്തിനെ കണ്ടുപിടിക്കണം. ആ പ്രേതം എങ്ങനെയുള്ളതാണ്, ആ രക്ഷസായി എങ്ങനെ മാറി. പക്ഷെ ഈ പ്രേതാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല. ചുമ്മാ ഇരുന്ന ചില്ലകൾ കാറ്റുമില്ല ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഈ ആവാഹന സമയത്ത് പ്ലാവിൻ്റെ ചില്ല ഒടിഞ്ഞു. ലക്ഷണങ്ങൾ അങ്ങനെയാണ്. പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് സംസാരത്തിൽ കൂടുതലാണ്. എങ്ങനെയിരിക്കും ഈ രക്ഷസ്? ശരീരമില്ലാത്ത അവസ്ഥയാണ്. നമസ്കാരം. മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഒരുപാടാണ്. ചില ഇടങ്ങളിൽ പോയാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും. അപ്പോൾ ആ പ്രശ്ന പരിഹാരങ്ങൾക്ക് പല ആളുകളെയും കണ്ടുമുട്ടുമ്പോൾ പല രീതിയിലുള്ള എക്സ്പീരിയൻസാണ്. അവർക്കും ഈ പറയാനുള്ളവർക്കും കാണുന്നവർക്കൊക്കെ എക്സ്പീരിയൻസ് ഒരുപാടായിരിക്കും. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നാരായണൻ രാജഗോപാൽ, അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം. നമസ്കാരം. പലരും വന്ന് പറയുന്നത് അല്ലേ, നമുക്ക് ചിലർ പറയും ബാധ കയറിയതാണ്, എൻ്റെ ഗന്ധർവൻ കൂടിയതാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ആൾക്കാർ വരും. അങ്ങ് ജ്യോതിഷിയും കൂടെ ആണ്. അപ്പോൾ ഈ ബാധ എന്ന് പറയുന്നത് എന്താണ്? ഈ ബാധ എന്ന് വെച്ചാൽ മനസ്സിനെ ബാധിക്കുന്നതെന്തോ അതാണ് ബാധ. മനസ്സിനെ ബാധിക്കുന്നതാണ് ബാധ. അപ്പോൾ മാനസികമായിട്ടുള്ള വിഷയം തന്നെയാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ബാധ ഏറ്റു എന്ന് ജ്യോതിഷത്തിൽ പറഞ്ഞാൽ അത് മനസ്സിനെ ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ തൊട്ടുപുറയിൽ ബാധ വന്ന് നിൽക്കുന്നു, പ്രേതം വന്ന് നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയല്ല. അത് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണല്ലോ. അതുകൊണ്ടായിരിക്കാം. അത് വേറെ വിഷയം. അല്ല, പക്ഷെ ഇതൊന്നും കാണാൻ ഒന്നുമില്ല. കാണാനൊക്കെ ഉള്ളത് തന്നെയാണ്. അത് വേറെ വിഷയം. പക്ഷെ മനുഷ്യന് തന്നല്ല. മനുഷ്യൻ അവനെ മനസ്സിലേക്കുന്ന ബാധ തന്നെയാണ്. മനസ്സിലായി? ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം. മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി എന്ന് തന്നെ പറയാതെ. ഒരു പെൺകുട്ടി ഇതുപോലെ സൈക്കാട്രിക് പേഷ്യൻ്റാണ്. ആ കുട്ടി എന്നിട്ട് ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ HR ഒക്കെയാണ്. വലിയ നിലയിൽ ഇരിക്കുന്ന പോസ്റ്റാണ്. അപ്പോൾ കല്യാണം നടക്കണില്ല. പല കല്യാണങ്ങളും ഈ കുട്ടി തന്നെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ പലയിടത്തും പോയി, ഒന്നും ശരിയാവണില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരം വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി നേരെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ എന്നെ വന്ന് കാണുകയായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ഒരു പ്രശ്നമില്ല. സംസാരിക്കുന്നു. പക്ഷെ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് സംസാരത്തിൽ കൂടുതലാണ്. സംസാരിച്ചുകൊണ്ടിരിക്കും. നിർത്തൂല. ചിലവർ പറയും ചിരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സംസാരിച്ചുകൊണ്ടേ അവർക്ക് വിഷയത്തിനൊരു പഞ്ഞില്ല. അവരങ്ങ് കത്തി കയറി പൊക്കൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ വന്ന ആള് സ്ത്രീയാണോ പുരുഷ? സ്ത്രീയാണ്. അച്ഛനും ഉണ്ട്, കൂടെ അമ്മയുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഡിസ്ചാർജ് വാങ്ങി വരണേ. അത് നോക്കിയിട്ട് അപ്പോൾ രക്ഷസാണ് പ്രശ്നം. ജ്യോതിഷത്തിൽ രക്ഷസിൻ്റെ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നമുക്ക് പൂജ കഴിച്ച് മാറ്റാം എന്ന് പറഞ്ഞു. അങ്ങനെ പൂജയൊക്കെ നിശ്ചയിച്ചു. സാധാരണ സുദർശനോമത്തിൽ ആണ് നോക്കണം. ഞാനത് കാളി ഹോമമാക്കിയിട്ട് ഹോമത്തിൻ്റെ അവസാനം വായിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഈ തിടപ്പള്ളി ഈ പായസം ഉണ്ടാകുന്ന സ്ഥലത്ത് എൻ്റെ അനിയനും കൂടെ ഒരാളും ഉണ്ട്. അവർ വ്യക്തമായിട്ട് രക്ഷസിനെ കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയിരിക്കും ഈ രക്ഷസ്? അതല്ലേ പറഞ്ഞേ, രക്ഷസിനൊരു ശരീരമില്ലാത്ത അവസ്ഥയാണ്. ഒരു മറഞ്ഞ ഒരു രൂപം. ഇത് ചോദിക്കാൻ കാരണം നമ്മൾ സാധാരണ സിനിമയിലെ കണ്ടിട്ടുള്ള ഇങ്ങനെ ഒരു അദൃശ്യമായ ചില രൂപങ്ങൾ വരുന്നു, വെള്ള സാരിയോ ഒക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ ശരീരം പോലെയൊക്കെ ആയിരിക്കും. അതുപോലെ ഇങ്ങനെയാണോ? അത് അങ്ങനെ തന്നെ അല്ല. പക്ഷെ നമുക്കത് അങ്ങനെ കാണുള്ളൂ. കാരണം നമ്മളെ മനസ്സിന്റെ സങ്കല്പമാണല്ലോ അതിങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത്. അത് അങ്ങനെയാണ്. നമ്മളതിന് നിർവചനം കൊടുക്കുകയാണ്, അത് ഇങ്ങനെയായിരിക്കും. അപ്പൊ നമുക്കത് അങ്ങനെ കാണുള്ളൂ. മനസ്സിലായി? പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ആ ഫീല് അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആ ഫീൽ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കും അത് പറഞ്ഞത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ കാറ്റ് ഭയങ്കര കാറ്റായിരിക്കും. രക്തസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചില്ലകൾ ഒടിഞ്ഞു വീഴാം. ബാധ ആവായിക്കുമ്പോൾ ചില്ലകൾ ഒടിഞ്ഞു വീഴുന്ന ഇതുവരെ ഉണ്ടായിട്ടുണ്ട്.
ചുമ്മാ ഇരുന്ന ചില്ലകൾ കാറ്റുമില്ല ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഈ ആവാഹന സമയത്ത് പ്ലാവിൻ്റെ ചില്ല ഒടിഞ്ഞ് വീഴുക, ഇങ്ങനത്തെ അവസ്ഥകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടേ അത് വരുള്ളൂ. ലക്ഷണങ്ങൾ അങ്ങനെയാണ്. പ്രകൃതിയിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പ്രകൃതിയിലൊരു മാറ്റം ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ രക്ഷസ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷസ് എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ മരിക്കുന്നതാണ്. അതായത് പാപം ചെയ്തു മരിക്കുന്നവനാണ് രക്ഷസിന്റെ സങ്കല്പം. അതായത് പാപം ചെയ്ത ബ്രാഹ്മണൻ, പാപം ചെയ്ത അതായത് ഗുരുപത്നിയെ പ്രാപിക്കുക, ഇങ്ങനെയുള്ളതാണ് രക്ഷസായി മാറുന്നത്. മനസ്സിലായില്ല? അപ്പോൾ ജ്യോതിഷ വിഷയത്തിൽ അത് വെച്ചാരാധിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണ്. രക്ഷസിനെ വെച്ച് ആരാധിക്കാൻ പാടില്ല. ചില ക്ഷേത്രങ്ങളിൽ ഉണ്ട്. അപ്പോൾ പാൽപ്പായസം കഴിക്കാതെ ഒരു ഇതാണ് നമുക്കുണ്ട്. അപ്പോൾ ഇത് ഒരു ബേസാണ്. മനസ്സിലായി? അത് വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നുള്ളൊരു ബേസ് ആയിട്ടുള്ള ഒരു വിഷയം. നമ്മളിതിനപ്പുറത്തേക്ക് കിടക്കുമ്പോഴത്തേക്ക് രക്ഷസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അവിടെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ചില ജ്യോതിഷത്തിൻ്റെ അഭിപ്രായത്തിൽ അത് വെക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രേതാവസ്ഥയാണ് എന്നുള്ള സങ്കല്പത്തിൽ. പക്ഷേ ഈ പ്രേതാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല. മനസ്സിലായില്ലേ? അയാൾ ചിലപ്പോൾ ഗായത്രി ജപിച്ചിരിക്കാം, അത് അയാൾക്കൊരു ഉപാസന ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഉപാസകൻ മരിക്കുമ്പോഴത്തേക്കും സാധാരണ മനുഷ്യൻ മരിക്കുമ്പോൾ രണ്ട് അവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ രക്ഷസ്, യോഗീശ്വരൻ, മന്ത്രമൂർത്തി, ഇതെല്ലാം ജ്യോതിഷത്തിൽ പ്രേതമായിട്ടാണ് പറയണത്. അപ്പോൾ പ്രേതാരാധന പാടില്ല എന്ന് ജ്യോതിഷം പറയും. പക്ഷെ എങ്ങനെയുള്ള പ്രേതങ്ങളാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഇത് ശിവനിൽ ലയിച്ച ആളാണോ? അപ്പോൾ അത് യോഗീശ്വരനായി മാറി. മനസ്സിലായി? ഉപാസകനല്ലേ? അപ്പോൾ അതിൻ്റെതായ ഒരു പവർ ഉണ്ടാവും. ഒരു ശക്തി വിശേഷം ഉണ്ട്. യോഗീശ്വരനുണ്ട്, മന്ത്രമൂർത്തിക്കുണ്ട്. ഇപ്പോൾ 4 സിദ്ധികൾ കിട്ടിയ ആളായിരിക്കാം മന്ത്രമൂർത്തി. ഒരു സിദ്ധി കൂടെ കൂടുമ്പോഴത്തെ യോഗീശ്വരനാവും 5 സിദ്ധികൾ. അത് പക്ഷേ ഈ ജ്യോതിഷത്തിൽ നമ്മളത് ആ പ്രേതത്തിനെ കണ്ടുപിടിക്കണം. ആ പ്രേതം എങ്ങനെയുള്ളതാണ്, ആ രക്ഷസായി എങ്ങനെ മാറി, അപ്പോൾ യോഗീശ്വരനാണോ, അത് എങ്ങനത്തെ യോഗീശ്വരനാണ് എന്നെല്ലാം നമുക്ക് ജ്യോതിഷത്തിൽ അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു പ്രേതമായിട്ട് തന്നെ കണക്കാക്കാതെ നമുക്കത് മന്ത്രമൂർത്തി എങ്ങനെ മന്ത്രമൂർത്തിയായി, യോഗീശ്വരൻ എങ്ങനെയായി. ഈ രക്ഷസിന് ഈ ജപിച്ചിട്ട് അയാൾക്കൊരു ഉപാസനമൂർത്തി ഉണ്ടാവും. ചിലപ്പോൾ അതിൽ വിലയം പ്രാപിച്ച് നിൽക്കണുണ്ടാവും. യോഗീശ്വരൻ്റെ അവസ്ഥ അത് തന്നെയാണ്. മനസ്സിലായില്ല? ശിവനായി മാറിയ യോഗീശ്വരനായിരിക്കാം. അപ്പോൾ നമുക്കത് പ്രേതാവസ്ഥ എന്ന് പറയാൻ നിർവാഹമില്ല. ഒരിക്കലും അത് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ അതിനെ വെച്ച് ആരാധിക്കുക തന്നെ വേണം. മനസ്സിലായി? അപ്പോൾ അത് യോഗീശ്വരനൊരു സാധനം കൊടുക്കണം. യോഗീശ്വരന് മന്ത്രങ്ങളുണ്ട്, ധ്യാനങ്ങളുണ്ട്. അതുപോലെ തന്നെ രക്ഷസിന് മന്ത്രങ്ങളുണ്ട്, ധ്യാനം, ഛന്ദസ് എല്ലാം ഉണ്ട് രക്ഷസിന്. അപ്പോൾ നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. ഈ ദേഹത്ത് കൂടുന്ന ഈ രക്ഷസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാധ, ഉപദ്രവം പോലുള്ള രക്ഷസ്, അതെന്തായിരിക്കും? അത് ഇതുപോലെ അതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ രക്ഷസാണ്. ബ്രഹ്മരക്ഷസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുപ്പത്തിരിക്കുന്ന പാല് തൂവിക്കളയുക. ഇപ്പം നമ്മൾ ചോദിക്കും, പാല് തൂവിക്കളയാറുണ്ടോ? അപ്പോഴത്തേക്ക് ശ്രദ്ധയില്ലാതെ നിൽക്കും ഇവർ. ഈ പാൽ അടുപ്പത്ത് വെച്ച് ശ്രദ്ധയില്ലാതെ നിൽക്കും. അപ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് പ്രത്യേക തലത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ രക്ഷസിൻ്റെ ഒരു ഇതാണ്. അപ്പോഴത്തേക്ക് പാല് തൂവിയാൻ കളയും. ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് പാല് തൂവിക്കളയാണ്. മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ അതിൽ കൊള്ളിക്കുക, നമുക്ക് അറിയാൻ പറ്റുമത് ഇതാണ്. പക്ഷെ അവർക്കതറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. പിന്നെ കല്യാണം നടക്കാതിരിക്കുക, പിന്നെ അബ്നോർമലായിട്ട് പെരുമാറുക. പ്രധാനമായിട്ട് ഈ കല്യാണം തന്നെയാണ്. കല്യാണം നടക്കാതിരിക്കുക, സന്താനങ്ങളില്ലാതിരിക്കുക. അപ്പം പരിഹാരം ചെയ്ത് രക്ഷസിനെ ആവാഹിക്കാനായിട്ട് നിവൃത്തിയില്ല. അന്ന് ഈ അനിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കണ്ടു എന്ന് പറയും. അത് രൂപം നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രൂപം പറയാൻ പറ്റില്ല. അവരൊരു എന്താ പറയാനായിട്ട് ഒരു നിഴല് പോലെ. പക്ഷെ അവർക്ക് നല്ല ഫീലായി. അത് ഞാൻ കണ്ടില്ല, അവർക്കത് ഫീലായി. പാൽപ്പായസം വെച്ചുകൊണ്ടിരിക്കുക, അത് ഫീലായി. ഇതിനിടയ്ക്ക് തന്നെ ഒരു ഷഷ്ടി പൂർത്തിയൊരു കലശം, വെറുതെ ഒരു കലശത്തിന് ഒരു മേശാന്തിയുടെ കലശം ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് രക്ഷസിൻ്റെ ഒരു ഫീൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പാൽപ്പായസം വെച്ചുകൊണ്ടിരിക്കാൻ ഒരു ആവശ്യമില്ല. തന്നെ അനിയൻ പോയിട്ട് പാൽപ്പായസം ഇങ്ങനെ ഇളക്കിയത് ഫുള്ള് തൂക്കിക്കളഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, പോയെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വേഴനും ഗുളിയനും നിൽപ്പുണ്ടായിരിക്കും, ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഈ അമ്പലത്തിനകത്താണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. ആ കേന്ദ്രസ്ഥിതിയിൽ ആ വേഴനും ഗുളിയനും വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ രക്ഷസ് തന്നെയാണ് അത്. ഇതൊക്കെയാണ് ജ്യോതിഷത്തിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഈ പാൽപ്പായസം തൂക്കിക്കളയുക, അങ്ങനെ സാധാരണ തൂക്കിക്കളയാറില്ല അത്. മനസ്സിലായി? അപ്പോൾ രക്ഷസിൻ്റെ ഒരു ഫീൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കും.
ഇതാണ് രക്ഷസിൻ്റെ ഇത്. പിന്നെ ഈ കുട്ടി സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. സംസാരിച്ചു എന്താണ് അങ്ങനെ പിന്നെ അത് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അത് അതിൻ്റെതായ കാര്യങ്ങൾ പറയും. ചിലപ്പോൾ ജോലി കാര്യങ്ങളായിരിക്കും. പിന്നെ കല്യാണം നടക്കാത്തതിൻ്റെ വിഷമമുണ്ട്, അതും പറയും. അതിനെക്കുറിച്ചാണ് ഇങ്ങനെ എൻ്റെ കല്യാണം നടക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ ആവാഹനമൊക്കെ കഴിഞ്ഞ് പിന്നെ രക്ഷസിനൊരു കാര്യം എന്ന് വെച്ചാൽ ഈ രക്ഷസിനെ ആവാഹിച്ച് നമുക്ക് ഒരിടത്താക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. രക്ഷസിനെ പ്രീതിയാക്കാനേ പറ്റുള്ളൂ. പാൽപ്പായസം, നേദ്യങ്ങൾ, അതിനെ വെച്ചിട്ടുള്ള നേദ്യങ്ങൾ കൊടുത്ത് പ്രീതിയാക്കാനേ പറ്റുള്ളൂ. ഇവർക്ക് ആ പ്രീതി ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാവാഹിച്ച് ഒഴിപ്പിക്കുക അത് നടക്കണ വിഷയമല്ല. രക്ഷസിൻ്റെ അടുത്ത് അതൊന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് രക്ഷസ് എന്ന് വെച്ചാൽ അത്രത്തോളം ശക്തിയുണ്ട് രക്ഷസിന്.